No, don't leave. They will join. Or now you can hear anything? No. They will come. They will come online. Okay. Okay. No, yesterday the finance minister was talking without for 1.5 hours. Namaskaram, sir.
തുടങ്ങാമോ സർ? വിത്ത് യുവർ പെർമിഷൻ. Yes. നികുതി ഭരണം മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന GST വകുപ്പ് എല്ലാ കാലവും മുൻപന്തിയിൽ തന്നെയാണ്. സർ, കോമൺലി ഒന്ന് ഇൻഫോം ചെയ്യൂ, എല്ലാവരും ഒന്ന് മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യാനായിട്ട്, മ്യൂട്ട് ആക്കാനായിട്ട്. നികുതി ഭരണം മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന GST വകുപ്പ് എല്ലാ കാലവും മുൻപന്തിയിൽ തന്നെയാണ്. കോമൺലി ഒന്ന് ഇൻഫോം ചെയ്യൂ, എല്ലാവരും ഒന്ന് മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യാനായിട്ട്, മ്യൂട്ട് ആക്കാനായിട്ട്. നികുതി ഭരണം മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് സംസ്ഥാന GST വകുപ്പ് എല്ലാ കാലവും മുൻപന്തിയിൽ തന്നെയാണ്. IT രംഗത്തെ പുതിയ സങ്കേതമായ അനലിറ്റിക്സ് സംവിധാനം അടിസ്ഥാനമാക്കി സംസ്ഥാന GST വകുപ്പ് തയ്യാറാക്കിയ ഒരു പുതിയ പദ്ധതിയാണ് ടാക്സ് പേയർ കാർഡ്. സംസ്ഥാന GST വകുപ്പ് നടപ്പിലാക്കുന്ന ടാക്സ് പേയർ കാർഡിന്റെ സംസ്ഥാനതല ഓൺലൈൻ ഉദ്ഘാടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചടങ്ങുകൾ ആരംഭിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി സംസ്ഥാന GST വകുപ്പ് കമ്മീഷണർ ശ്രീ രത്തൻ യു കേൽക്കർ IAS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ടാക്സ് പേയർ റിപ്പോർട്ട് കാർഡിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ കീനോട്ട് അഡ്രസ് ചെയ്യുന്നത് ശ്രീ ശ്യാം രാജ് പ്രസാദ്, ചീഫ് കമ്മീഷണർ സെൻട്രൽ GST ട്രിവാൻഡ്രം സോൺ. We warmly welcome you, sir. ഈ ചടങ്ങിന്റെ ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ സജി ഗോപിനാഥ്, വൈസ് ചാൻസലർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ എല്ലാവരുടെ പേരിലും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ SGST ശ്രീ മുഹമ്മദ് സഫീറുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഉദ്യോഗസ്ഥരെ ഒറ്റവാക്കത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ടാക്സ് പേയേഴ്സ് നിങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് IAS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ KN ബാലഗോപാൽ, എൻ്റെ സഹപ്രവർത്തകരെ ഡോക്ടർ രത്തൻ കേൽക്കർ, ശ്രീ മുഹമ്മദ് സഫീറുള്ള, ശ്രീ ശ്യാംരാജ് പ്രസാദ്, ശ്രീ സാജി ഗോപിനാഥ്, GST ഡിപ്പാർട്ട്മെന്റിന്റെ എൻ്റെ സഹപ്രവർത്തകരെ, GST ടാക്സ് പേയേഴ്സ് സുഹൃത്തുക്കളെ,
ഇപ്പോൾ GST ഡിപ്പാർട്ട്മെന്റ് ഒരു ഫിസിക്കലി ഇൻട്രൂസീവ് കംപ്ലയൻസ് റെജീം നിന്ന് ഒരു IT based data analytics based ഒരു വോളണ്ടറി കംപ്ലയൻസ് റെജീമിലേക്ക് പോവുകയാണ്. Sorry, I'm in a vehicle, so I had to take a break. So, ഈ വോളണ്ടറി ടാക്സ് കംപ്ലയൻസ് റെജീമിലേക്ക് പോകുന്ന സമയത്ത് പല പുതിയ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് 2021 ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച ഒരു പുതിയ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ടാക്സ് പെയർ ഡേറ്റ കാർഡ്. ആ ടാക്സ് പെയർ ഡേറ്റ കാർഡ് ബേസിക്കലി ഒരു complete chair speech. So our data card main points endana adu oru taxpayer oru tax return file cheyunna punctuality and accuracy ee rendu parameters ode adistanathil aa taxpayer oru rating nammal kodukkan povugayanu. That means that data card adistanathil, whether it is business to business or whether it is consumer to business, oru ettavum satyasandhamaya reethil business cheyunna taxpayers and tax paying establishments namukku kandupidikkan sadhikkum. Avarku kudthal business kodukkan sadhikkum. Aa reethil oru kudthal voluntary compliance ecosystem namukku shrishtikkan കഴിയും. അപ്പോൾ ഇതൊരു നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇതിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്ന GST ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഫെലിസിറ്റേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ പ്രോഗ്രാം യുടെ ഔപചാരികമായ ഉദ്ഘാടനം വേണ്ടി ഞാൻ ഫിനാൻസ് മിനിസ്റ്ററിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ മ്യൂട്ടാണ് സർ. കേൾക്കാമോ? ഹലോ, ഇപ്പോ കേൾക്കാം. താങ്ക് യു. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് IAS, ഈ വേദിയിൽ നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ GST കമ്മീഷണർ കൂടിയായ ശ്രീ രത്തൻ ഖേൽക്കർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ ശ്യാംരാജ് പ്രസാദ്, നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശ്രീ സജി ഗോപിനാഥ്, ശ്രീ മുഹമ്മദ് സഫറുള്ള, മറ്റ് പ്രിയമുള്ള ഉദ്യോഗസ്ഥരെ, വ്യാപാരികളുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, ബഹുമാനരെ. കേരളത്തിലെ GST വകുപ്പ് നടപ്പിലാക്കുന്ന വളരെ മാതൃകാപരവും ഇന്ത്യക്കാകെ ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡിന്റെ നടപ്പിലാക്കൽ. ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡ് എന്താണെന്ന് ചുരുക്കി സ്വാഗതം പറയുമ്പോഴും അതുപോലെ തന്നെ അധ്യക്ഷനും പറഞ്ഞു, നമ്മുടെ ടാക്സ് സംവിധാനത്തിൽ മുൻപുണ്ടായിരുന്ന വാറ്റ് സമ്പ്രദായത്തിൽ നിന്നും GSTയിലേക്ക് വന്നു കഴിയുമ്പോൾ പഴയതിനേക്കാളും ഈ ടാക്സിന്റെ അസസ്മെന്റും ടാക്സ് പിരിക്കുന്നതിനും ഒക്കെ വലിയ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ടാക്സ് പെയർ 100% ആത്മാർത്ഥമായും സത്യസന്ധമായും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ GST നടപ്പിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ GST സമ്പ്രദായത്തിലൂടെ വ്യാപാരികൾ, ടാക്സ് അടയ്ക്കേണ്ടവർ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യും. അത് ആദ്യഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് വരെ ഇ-വേ ബില്ലിന്റെ കാര്യത്തിൽ തന്നെ ഇ-വേ ബില്ല് കിട്ടുന്നത് നോക്കുക, ഇപ്പോഴും ഏകദേശം ഇ-വേ ബില്ല് ഇവിടെ കിട്ടുന്ന അടിസ്ഥാനത്തിൽ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറ്റുക. എന്നാൽ ഈ സമ്പ്രദായത്തിന് ഏതൊരു സമ്പ്രദായത്തിലും ഉള്ളതുപോലെ കുറച്ചാളുകൾ ഇത്തരം കാര്യങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും നമ്മുടെ സർക്കാരിന് നൽകേണ്ട, ജനങ്ങൾക്ക് നൽകേണ്ട നികുതി, ന്യായമായി പിരിക്കുന്ന നികുതി തന്നെ തരാതിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായി ശ്രദ്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ന്യായമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രത്യേകമായിട്ട് ഒന്ന് റേറ്റ് ചെയ്യുകയും അവരെ അഭിനന്ദിക്കുകയും അതിനൊപ്പം അവർക്ക് ഇതൊരു ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, ഈ കച്ചവടം നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം നടത്തുന്ന വ്യാപാരി,
കൃത്യമായി ടാക്സ് സംവിധാനത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാം എന്നുള്ള ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇതുവഴി ഒന്നാമത് കിട്ടുക. വ്യാപാരം ഇപ്പോ പരസ്പര ബന്ധിതമാണ്. ഒരാൾ കച്ചവടം സാധനം വാങ്ങുന്നിടത്ത് വെച്ച് കച്ചവടം അവസാനിക്കുന്നില്ല. ഒരു വൻകിട വ്യാപാരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അസംസ്കൃത സാധനം വിൽക്കുന്ന ആളിൽ നിന്ന് ഒരു ഉത്പാദകൻ വാങ്ങുമ്പോൾ അയാളുടെ ഫാക്ടറിയിലേക്ക് പോകുന്ന സാധനത്തിന് ആദ്യം കൊടുത്ത അസംസ്കൃത സാധനം വിറ്റ മൊത്തക്കച്ചവടക്കാരന് കൊടുക്കുന്ന ടാക്സിന്റെ ഇളവ് ഈ രണ്ടാമത് വാങ്ങുന്ന കിട്ടും. രണ്ടാമതൊരു ഫാക്ടറിയിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന തുണിയോ ചെരുപ്പോ മറ്റ് സാധനങ്ങളോ ഉണ്ടാക്കുന്ന ആൾക്ക് അടുത്ത ആൾക്ക് അയാൾ വിൽക്കുമ്പോൾ ഈ ആള് കൊടുത്ത ടാക്സിന്റെ ഇൻപുട്ട് ക്രെഡിറ്റ് അടുത്ത ആൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു ടാക്സിന്റെ ചെയിൻ കൂടിയാണ് ഈ GST എന്നുള്ളത്, GST സമ്പ്രദായം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ ടാക്സ് അടുത്ത ഒരാൾക്ക് ന്യായമായും അയാൾക്ക് ടാക്സിന്റെ ഇളവുകൾ കിട്ടണമെങ്കിൽ, നേരത്തെ കൊടുത്ത ടാക്സ് അംഗീകരിക്കണമെങ്കിൽ ആദ്യം ഇത് കച്ചവടം നടത്തുന്ന ആളെ ജെന്യുവിനായിട്ട് ടാക്സ് കൊടുക്കുന്ന, കൃത്യമായി സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം കൊടുക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആളുകളുടെ നിന്ന് വാങ്ങുന്നതാണ് നല്ല കച്ചവടക്കാർക്ക്, നല്ല വ്യാപാരികൾക്ക്, ടാക്സ് പേയർക്ക് ഏറ്റവും നല്ലത്. ഇതാണ് അതിന്റെ ബേസിക്കായ കാര്യം. ഇത് എങ്ങനെ സർട്ടിഫൈ ചെയ്യും, ആരാണ് കൊടുക്കുക ആരാണ് കൊടുക്കാത്തതെന്ന് അറിയണമെങ്കിൽ ഔപചാരികമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിനകത്ത് ഒരു വലിയ വ്യാപാരിക്ക് എന്റെ GST നമ്പർ ഇതാണ്, എന്റെ ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡിൽ ഇങ്ങനെയാണ്. ഇപ്പൊ നല്ല ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകൾ, നല്ല ടാക്സ് കൊടുക്കുന്ന ആളുകൾ, ജെനുവിനായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഈ സർട്ടിഫിക്കറ്റ് ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും വ്യാപാരി സമൂഹത്തിന് എന്നുള്ളതാണ് ഇതിന്റെ പ്രസക്തി. അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു സമ്പ്രദായമാണ്. അതിന് ഡിഫറൻറ്റ് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത്ര ശതമാനം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ശതമാനം മാർക്ക്, ഇന്ന കാര്യം സമയത്ത് ചെയ്താൽ ഇത്ര ശതമാനം മാർക്ക് എന്ന നിലയിൽ 100 മാർക്ക് വരെ ഇടുന്നതിനുള്ള 2 or 3 സ്ലാബുകൾ തീരുമാനിച്ചിട്ടുണ്ട് ടാക്സ് GST വകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഗുണം വളരെ വലുതായിരിക്കും. വ്യാപാര രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. ഇതിന്റെ ഒരു വശമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ കേരളത്തിലെ തന്നെ കോടതി നടക്കുന്ന വലിയ ചില കേസുകളുണ്ട്. 100 കണക്കിന് കോടി രൂപയുടെ പല ഉൽപ്പന്നങ്ങളും വാങ്ങിയിട്ട് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ട്. ഏതോ ഒരു സാധാരണ ഒരാളെ ആധാറും മറ്റു കാര്യങ്ങളും മേടിച്ച് രജിസ്ട്രേഷൻ എടുക്കുക, എന്നിട്ട് 100, 200, 300, 400 കോടിയുടെ സാധനങ്ങൾ അയക്കുക, അവിടുന്ന് GSTയുടെ ഇളവ് മേടിക്കുക, GST വകുപ്പിന് അടയ്ക്കാതിരിക്കുക. ഇത്തരം ചില കേസുകൾ ഇപ്പോൾ ഹൈക്കോടതി വരെ എത്തി നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അടയ്ക്ക കടത്തിക്കൊണ്ട് പോയതിന്റെ കാര്യത്തിൽ, റബ്ബർ ഷീറ്റ് കൊണ്ടുവന്ന കാര്യത്തിൽ, പ്ലൈവുഡ് കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ ഇപ്പോ പിടിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ടാക്സ് വെട്ടിപ്പാണ്. അപ്പൊ ഇത്തരം വ്യാജമായ കാര്യങ്ങളെ തടയുവാനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും ഒരു സംവിധാനം എന്നതിൽ ഈ ടാക്സ് പെയർ കാർഡ് ഉണ്ടാവും. 1.5 കോടി രൂപ വരെ ബിസിനസ് നടത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് കൊടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് ആളെ വിശ്വസിക്കാം, മറ്റു വ്യാപാരികൾക്ക് ആളെ വിശ്വസിക്കാം, ഡിപ്പാർട്ട്മെന്റിനും ഇങ്ങനൊരു ആളെ സംബന്ധിച്ച് പൊതുവിലുള്ള ഒരു പ്രൊഫൈല് കൃത്യമായി കിട്ടും. വെബ്സൈറ്റിൽ നോക്കിയാൽ ആളുകളെ പറ്റി മനസ്സിലാവും. എവിടുന്നേലും ഒരു GST നമ്പർ കിട്ടിയാൽ ആ നമ്പർ വെച്ച് ആടകയിൽ നിന്ന് ഒരു ഹോൾസെയിൽ സാധനമോ റീറ്റെയിൽ സാധനമോ വാങ്ങണമെങ്കിൽ നമ്മുടെ കേരള ടാക്സസിന്റെ GSTയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാപാരിയെ പറ്റിയുള്ള വിവരങ്ങളും പഴയ ടാക്സിന്റെ സംഗതികളെല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഇപ്പോ സുതാര്യമായി ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ കൈകാര്യം ചെയ്യുന്ന സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളം ഈ രംഗത്തെടുക്കുന്ന മുൻകൈ ഇതിപ്പോ ആദ്യമായി നമ്മളാണ് നടപ്പാക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. തീർച്ചയായും ഇന്ത്യയിലാകെ വരും ടാക്സ് കൊടുക്കേണ്ട ആളുകളെല്ലാം കൃത്യമായി കൊടുത്താൽ ഒരു സംസ്ഥാനവും ഒരു ഗവൺമെന്റും ദരിദ്രമാവില്ല. സമ്പന്നമായ ജനങ്ങളും സമ്പന്നമായ ബിസിനസ്സും. എന്നാൽ ടാക്സ് കൊടുക്കേണ്ട ആ ഉത്തരവാദിത്വം നടത്താത്തത് കൊണ്ട് ടാക്സിന്റെ കാര്യത്തിൽ വരുമാനം കുറയുന്നതുമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധിവരെ കഴിയും. എല്ലാം കൊണ്ട് കഴിയില്ല. ഇതുകൊണ്ട് മാത്രം ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പൊ GST വകുപ്പ് തന്നെ അതിന്റെ പുനഃസംഘാടനത്തിന്റെ ഫയലുകൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉൽപ്പന്നം ഗുജറാത്തിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ കയറ്റി അയച്ചാൽ കൊണ്ടുവരുന്ന വ്യാപാരി 100% എല്ലാം ശരിയായിരിക്കും ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയല്ല. അതിന് മറ്റു ചില സംവിധാനങ്ങൾ കൂടി നോക്കേണ്ടി വരും. അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. നേരത്തെ ആണെങ്കിൽ വണ്ടി തടഞ്ഞു പരിശോധിക്കുക, അങ്ങനെ പല മാർഗങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അത്രയും അതിനൊക്കെ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഓഡിറ്റിങ്ങും ഇന്റലിജൻസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വകുപ്പിനെ പുനഃസംഘടിപ്പിക്കുന്ന നടപടിക്രമങ്ങളും ഉടൻ തന്നെ നടപ്പിലാവും. ഏറ്റവും നന്നായി ടാക്സ് നൽകുന്ന കച്ചവടക്കാർക്കും ഏറ്റവും നന്നായി ഇത് ചെയ്യുന്ന വാങ്ങുന്ന ആളുകൾക്കും എല്ലാം ഇൻസെന്റീവ് കിട്ടുന്ന തരത്തിലേക്കുള്ള പരിപാടിയുമായിട്ട് വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യഘട്ടം എന്നതിൽ ഇന്നത്തെ പരിപാടി വളരെയേറെ
നമ്മുടെ നാട്ടിലെ ടാക്സ് സമ്പ്രദായത്തിൽ ഗുണമുണ്ടാക്കും. ജെനുവിനായ നല്ല വ്യാപാര രീതികൾ തുടരുന്നവർക്ക് വലിയ പ്രോത്സാഹനം കിട്ടുന്ന തരത്തിലേക്ക് ഈ ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡിന്റെ പ്രവർത്തനം മാറും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിൽ പങ്കെടുത്ത് സഹായിക്കുന്ന മുഴുവൻ ആളുകളും, ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ, അതോടൊപ്പം വലിയൊരു വ്യാപാരി സമൂഹം ഏറ്റവും നന്നായി ഈ കാര്യങ്ങളിൽ സഹകരിക്കുകയും ഏറ്റവും പോസിറ്റീവായി ഉപദേശ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന വലിയൊരു വ്യാപാരി സമൂഹം കേരളത്തിന്റെ പ്രത്യേകതയാണ്. അവരുടെ എല്ലാം സഹായം കൂടുതൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല പരിപാടിക്ക് തുടക്കം കുറിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. അടുത്തതായി ടാക്സ് പെയർ കാർഡിന്റെ ഒരു ലഘു വിവരണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Taxpayer profile card. Taxpayer profile card. എന്താണ് ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡ്? GST നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാപാരികൾ റിട്ടേൺ സമർപ്പിക്കുന്നതിലും നികുതി അടയ്ക്കുന്നതിലും പുലർത്തുന്ന കൃത്യത കണക്കാക്കി നൽകുന്ന റേറ്റിംഗ് സ്കോറാണ് ടാക്സ് പെയർ പ്രൊഫൈൽ കാർഡ്. നികുതിദായകർക്കുള്ള ഗുണം: 1. വേഗത്തിലുള്ളതും സുതാര്യവും കാര്യക്ഷമവുമായ നികുതിദായക സേവനങ്ങൾ ലഭ്യമാക്കും. 2. മികച്ച റേറ്റിംഗ് സ്കോറുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക വഴി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യഥാസമയം ലഭിക്കും. 3. റിട്ടേൺ സമർപ്പിക്കുന്നതിലും നികുതി അടയ്ക്കുന്നതിലും വ്യാപാരികൾ പുലർത്തുന്ന കൃത്യത മറ്റു വ്യാപാരികൾക്ക് അറിയാനാണ്. റേറ്റിംഗ് സ്കോർ എങ്ങനെ കാണാനാണ്? സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് www.keralataxes.gov.in സന്ദർശിക്കുക. ചെക്ക് ടാക്സ് പെയർ റേറ്റിംഗ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നികുതിദായകന്റെ GST നമ്പർ നൽകുക. ക്യാപ്ച നൽകുക. തുടർന്ന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ കാണുന്ന വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നികുതിദായകന്റെ വിവരങ്ങൾ, സ്കോർ എന്നിവ സിസ്റ്റം സ്ക്രീനിൽ കാണിക്കുന്നതാണ്. Now I am inviting Mr. Shyam Raj Prasad IRS, Chief Commissioner, Central GST Trivandrum Zone, to deliver a keynote. Good morning, Honorable Minister of Finance, Kerala State, Sri Balagopalji, Additional Chief Secretary, Finance, Kerala State, Sri Rajesh Kumar Singh, IAS, Dr. Ratan Ukelkar, IAS, Commissioner, SGST Kerala, Sri Saji Gopinath, Vice Chancellor, Digital University Kerala, Sri Muhammad Yusafirullah, IAS, Special Commissioner, SGST Kerala, all senior officers and colleagues from Kerala State Government, all other participants, including trade partners, ladies and gentlemen. I'm sorry that I'm delivering my keynote address in English because I hardly know Malayalam, so that I may be excused for that. At the outset, I would like to extend my heartfelt gratitude to the state government for giving me this opportunity to deliver keynote address on this befitting occasion of launching of highly innovative taxpayer report card scheme by Kerala state government. Taxpayer report card is a novel initiative taken by the SGST department of Kerala as a step forward in the field of digitization and IT-driven tax administration. This non-intrusive method adopted by the state government for rating of each taxpayer shall yield multiple benefits. It has always been a challenge to all the tax authorities in GST regime to ensure statutory compliance of filing of returns, timely filing of return, accurately filing of return since beginning itself. In fact, every month, we all together, central as well as state GST officers, move forward, strive hard to convince the taxpayers to come for voluntary compliance in this regard. It is observed from the scheme
that this novel methodology adopted by SGST would definitely motivate the taxpayer to comply with their statutory obligations of filing return timely and accurately under goods and service tax laws. And the department also would possibly get additional revenue as a consequence of timely filing of return and payment of tax. As a result, there will be a better tax compliance. At the same time, it is aimed to benefit the ultimate consumers, as it will create awareness among public to buy goods and services from establishments having good score, so that they know that the tax collected from them is being remitted to the government exchequer. It is also aimed to prevent unauthorized collection of tax. I note that the taxpayer report card has been designed for capturing the behavior of taxpayers having turnover above rupees 1.5 crores based on the accuracy and timely filing of returns by the taxpayers. It is expected that the taxpayer activities will exhibit more responsibility and transparency, since the general public would also know the return filing and tax payment status of each taxpayer. The taxpayer report card is based upon the performance of the taxpayers in three major and important obligations enshrined in GST law, that is, timely filing of GST returns, which are monthly, GSTR 3B and GSTR 1, which have been given weightage of 50% in this scoring. Another is filing of annual return, GSTR 9, for which the weightage has been assigned as 20%, and the accuracy in filing of monthly returns, that is GSTR 3B, with a weightage of 30%. So the scoring system has been devised scientifically, leaving no scope for any ambiguity. I also notice that the taxpayer report card shall be easily accessible through the website of state government, www.keralataxes.gov.in. This innovation, I'm sure, has multilateral benefits associated with it, the measure being ensuring better compliance of filing returns and timely payment of tax. It would also act as a self-monitoring tool for measuring performance of taxpayer and enabling them to improve upon the same. And it would also reduce the risk of losing or deferring ITC availment due to the non-filing or delay filing of returns by the suppliers. Similarly, it would also help the department to get a bird's eye view on the defaulter taxpayers for necessary enforcement activities. The scheme is also directed to benefit the public, as I already spoken about it, that it will create a lot of awareness among the public as to who all are good tax compliance and where the tax paid by them is being remitted to the government exchequer. So they can accordingly make decision on sale and purchase. Similarly, it is aimed to identify on a click of button the taxpayers who are though collecting taxes but not remitting to the government exchequer. So it is noticed from the report card system that it would also act as a valuable inputs like CRISIL scores for enabling financial institutions to decide sanction of loans and advances to business entities. In nutshell, I notice with pleasure that the entire system shall be helpful to the taxpayers as well as the department largely in ensuring better tax compliance with full transparency, but without compromising with the details declared by the taxpayers in the returns. That is the best part of it. The arduous task carried out by the state GST department under the leadership of Dr. Kelkar in bringing out this wonderful and valuable tool deserves special appreciation. I am personally confident that this initiative shall achieve all success as planned, not only by the SGST department, but it will largely help all the assessees which are falling under center jurisdiction as well, because they will also become competitive and they would also strive hard to file returns timely and accurately. At last, on behalf of the Central GST Formations of Kerala State and CBIC, I take this opportunity to congratulate all the officers and SGST department
for this novel innovation and wish them a grand success of the taxpayer report card system. I personally thank Honorable Minister of Finance, Additional Finance Secretary, and Commissioners SGST once again for giving me this opportunity to witness the inauguration of the taxpayer card today and become part of this invaluable occasion. Thank you so much for your humbleness. Thank you. താങ്ക് യു സർ. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ സജി ഗോപിനാഥ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ നൂതനമായ അറ്റംപ്റ്റ് നടത്തുന്ന GST ഡിപ്പാർട്ട്മെന്റിനും അതിന് നമുക്ക് അവസരം തന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഗവേണൻസിന്റെ പല തലങ്ങളിൽ, ആദ്യത്തെ തലങ്ങളിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ പ്രോസസ്സുകൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, എത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് നോക്കിയിരുന്നത്. അതിന്റെ അടുത്ത തലത്തിലാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മാർട്ട് ഗവേണൻസിലേക്ക് മാറുന്നത്. അതിന്റെ ഒരു ആദ്യ പടിയാണ് ഈ പ്രൊഫൈൽ കാർഡ് എന്ന് പറയുന്നത്. അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞു. നേരത്തെ സംസാരിച്ച വ്യക്തിത്വം പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് സിബിൽ സ്കോർ. നമ്മുടെ പേഴ്സണൽ ക്രെഡിറ്റ് സ്കോറിനെ എങ്ങനെയാണ് ഡേറ്റ വെച്ചിട്ടുള്ള ഒരു സിബിൽ സ്കോർ വന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വ്യാപാരികളുടെ GST ട്രാൻസാക്ഷൻസിന്റെ ഒരു സ്കോറിംഗ് ആയിട്ട് തന്നെ അത് ഒരു ഡിഫോൾട്ട് സ്റ്റാൻഡേർഡായി മാറും എന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് GST ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ചെയ്യാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് അനലിറ്റിക് സൊല്യൂഷൻസ് നമുക്ക് GSTയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇന്ന് ബിഗ് ഡേറ്റയുടെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബിഗ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്റലിജന്റ് സ്മാർട്ട് ഗവൺമെന്റിലേക്ക് പോകാനുള്ള ആദ്യ പടിയായിട്ട് ഉള്ള ഈ നൂതന ആശയം ഇന്ത്യ മുഴുവൻ പ്രാവർത്തികമാകുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഉപയോഗിക്കുന്നവർക്കും ഇത് മാനേജ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി സർ. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ മുഹമ്മദ് വൈസ് സഫീറുള്ള IAS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ അഡ്വൈസും മുന്നോട്ട് പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് ഒരു പൂർണ്ണ രീതിയിൽ ടെക്നോളജി ഡ്രിവനായി മാറിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. ഞാൻ അടുത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആൻഡ് ടാക്സസ് ശ്രീ രാജേഷ് കുമാർ സിംഗ് അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനത്തിനും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രീ രാജേഷ് കുമാർ സിംഗ് അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്ത് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ശ്യാംരാജ് പ്രസാദ്, ഓണറബിൾ ചീഫ് കമ്മീഷണർ സെൻട്രൽ GST ട്രിവാൻഡ്രം സോൺ ആണ്. Sir, on behalf of State GST Department, I'd like to thank you for all the support extended by Central GST and advices that you have been rendering at various points of time. Thank you very much, sir. അടുത്ത് ഞാൻ നന്ദി പറയാൻ പോകുന്നത് ഡോക്ടർ സജി ഗോപിനാഥ്, വൈസ് ചാൻസലർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ്. നമ്മുടെ സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റോട് ടെക്നോളജി പാർട്ട്ണറുമാണ്. നമ്മുടെ അനാലിറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടും അവരുടെ അഡ്വൈസ് ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ സജി ഗോപിനാഥ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് ഈ VC-യിലുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അടുത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് GST കമ്മീഷണറാണ് ഡോക്ടർ അത്തൻ കേൽക്കർ. അദ്ദേഹമാണ് ഈ പ്രോഗ്രാമും എല്ലാം ലീഡ് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഫോർമാലിറ്റീന്റെ ബേസിസിലും ഉപചാരന്റെ ബേസിസിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അടുത്ത് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡീലേഴ്സും വേരിയസ് അസോസിയേഷൻ മെമ്പേഴ്സ് ഉണ്ട്, ട്രേഡ് ബോഡി മെമ്പേഴ്സ് ഈ പരിപാടിയിലുണ്ട്. ഞാൻ എല്ലാവർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ അഡ്വൈസും സപ്പോർട്ടും ഈ കാര്യത്തിൽ വേണം. അദ്ദേഹത്തിന് അവരുടെ അഡ്വൈസ് എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഭാവിയിൽ ഇത് ഫൈൻ ട്യൂൺ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഈ മറ്റ് ട്രെയിനിങ് പരിപാടി കഴിഞ്ഞ ഒരാഴ്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
നമ്മുടെ സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട് സ്റ്റാഫ് IT സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ പരിപാടി നമുക്ക് ഇന്ന് സാധിച്ചത്. താങ്ക് യു എവ്രിവൺ. Finally, I'd like to, last but not the least, I'd like to thank press and media friends who have been part of this particular event and also are participating it in our YouTube and Facebook Live. Thank you to all the press and media representatives. Ellarkum nanni, namaskaram. ഈ യോഗം ഇവിടെ സമാപിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ധന്യമാക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.